ആർ എസ് എസിൻ്റെ പ്രചരണം എത്രമേൽ നിന്ദ്യമാണ് എന്നുള്ളത് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആർ എസ് എസ് എന്തൊക്കെയാണ് പറയുന്നത്. അമിത്ഷായുടെ പ്രസംഗത്തിൽ അംബേദ്കറിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിദ്വേഷം, അംബേദ്കറിൻ്റെ രാഷ്ട്രീയത്തോടുള്ള ആർ എസ് എസിൻ്റെ വിദ്വേഷം അതിങ്ങനെ പുറത്തു ചാടുകയായിരുന്നു. എത്രമാത്രം നികൃഷ്ടമായ പരാമർശമാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഞാനും നിങ്ങളും കേട്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മഹത്തായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള മഹാനായ ഒരു വ്യക്തിയെ പാർലമെൻറ്റിനകത്ത് എത്രമേൽ ഭീകരമായിട്ടാണ് അധിക്ഷേപിച്ചത്. നിങ്ങൾ ഭഗവാന്റെ പേര് വിളിച്ചിരുന്നെങ്കിൽ, ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ 7 തലമുറക്ക് മോശം കിട്ടുമായിരുന്നുവല്ലോ. എന്തിനാണ് നിങ്ങൾ ഈ അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ അദ്ദേഹം ചോദിച്ചത്. അതിനൊപ്പം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ എടുക്കാം. അദ്ദേഹത്തിന് ആർ എസ് എസിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ പ്രചാരകരെക്കുറിച്ച് പറയാൻ ഏറെ സമയമുണ്ടായി. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മഹാസംഭാവനകൾ നൽകിയിട്ടുള്ള ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് പറയാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് സമയം കിട്ടാതെ പോയത് അത് സ്വാഭാവികമായി സംഭവിച്ചൊരു പിഴവാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. തികച്ചും ബോധപൂർവമായിട്ടാണ്. പിന്നെ ഇവിടെ ചിലർ ആർ എസ് എസിന് വേണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇദ്ദേഹം അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏജൻ്റായി. ആര്? ആർ എസ് എസിൻ്റെ നേതാവ് അംബേദ്കറിൻ്റെ ഏജൻ്റായിരുന്നു എന്നാണ്. നിങ്ങളല്ലേ പറയാറ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല എന്നുള്ളത്. പിന്നെങ്ങനെയാണ് ആർ എസ് എസിൻ്റെ ആളുകൾ തെരഞ്ഞെടുപ്പ് ഏജൻ്റായിട്ടിരിക്കുക? ആർ എസ് എസ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഏജൻറ്റിനെ നിശ്ചയിക്കുക? രാഷ്ട്രീയത്തിലിടപെടാത്ത സാംസ്കാരിക സംഘടനയാണ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ അടുക്കൽ നിന്ന് ഓർഡറും വാങ്ങിയിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും സർക്കാർ സർവീസിലുള്ളവർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടരില്ലേ നിങ്ങൾ? കേരളത്തിലെ സർക്കാർ നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? പിന്നെ 1950കളിൽ ആർ എസ് എസ് ചെയ്ത നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. അംബേദ്കറിൻ്റെ കോലം കത്തിച്ചവരാരാണ്? അംബേദ്കറിൻ്റെ കോലം കത്തിച്ചവർ എന്തിനാ? ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അത് ആറ്റം ബോംബാണ്, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്ക് സ്വത്തിൻ്റെ മുകളിൽ അവകാശം ഉണ്ടാവുന്ന, അതിനൊപ്പം സ്ത്രീകളുടെ പുരോഗതിക്ക് കാരണമായിട്ടുള്ള ഒരു നിയമം ബില്ല് അംബേദ്കറും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളും ചർച്ച ചെയ്ത് രൂപപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് ആരായിരുന്നു പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത്? അന്ന് നിങ്ങൾ കാണേണ്ടത് അന്നൊരു മഹാരാജ്, ആ മഹാരാജ് അന്ന് പ്രസംഗിച്ചത് എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, മഹാരാജിൻ്റെ പ്രസംഗത്തിൽ പറയാണ്, സ്വാമി കർപ്പതി മഹാരാജാവിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ വിവാഹം കഴിക്കാം. എന്നിട്ട് വീണ്ടും പറഞ്ഞു പുരുഷന്മാർക്ക് കഴിക്കാം. എന്തൊക്കെ ഇന്ന് ചില ചില ആളുകൾ വലിയ നിലയിൽ ഈ സ്ത്രീ ശാക്തീകരണത്തിനെതിരായി നിലപാടെടുക്കുന്ന ആളുകൾ പുരുഷന്മാരുടെ പൊളിഗാമിയെക്കുറിച്ച് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗം നടത്തി ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ ഇല്ലാതാക്കുന്ന നിയമം ബില്ല് മുന്നോട്ട് വെച്ചപ്പോൾ ആ ബില്ലിനെതിരായിട്ട് ആക്ഷേപങ്ങളുടെ പേമാരിയാണ് ചൊരിഞ്ഞത്. അന്ന് ആറ്റം ബോംബാണിത് എന്ന് വിശേഷിപ്പിച്ചവരാണ്. ഇനി അതിനു മുമ്പിലത്തെ കഥയെടുക്കാം. ഇന്ത്യയുടെ ഭരണഘടന മുമ്പോട്ട് വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗീകരിച്ച് ഇന്ത്യൻ ഭരണഘടനയായി രൂപപ്പെടുത്തി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ന് ഭരണഘടനാ ദിവസമായി ആചരിക്കുന്ന നവംബർ മാസത്തിലെ ആ ദിവസം ഉണ്ടല്ലോ, ആ 26 കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓർഗനൈസറിൽ ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നു. എന്താ എഴുതിയത്? ഹിന്ദു സംസ്കാരത്തെ ഭാരതീയമായ ഒന്നുമില്ലാത്ത ഏറ്റവും മോശപ്പെട്ട ഒന്നായി ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ച ആളുകളാണ് ഇത്, നമ്മൾ അംഗീകരിക്കേണ്ടതില്ലെന്ന് പ്രസംഗിച്ച കൂട്ടരാണ് ഇന്ത്യയിലെ വലതുപക്ഷം, ആർ എസ് എസ് ഉൾപ്പെടെയുള്ള അവരോടൊപ്പം നിൽക്കുന്ന ചിന്തകന്മാരായിട്ടുള്ള അവരുടെ പ്രചാരകരായിട്ടുള്ള ആളുകൾ എന്നുള്ളത് വിസ്മരിച്ചു പോരുത്. ഇനി ഇന്ത്യക്ക് ത്രിവർണ്ണ പതാകയല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടരിതാണ്. ഇനിയും എന്തൊക്കെ പറയാനുണ്ട്. അംബേദ്കറിൻ്റെ ജീവിതം എന്നുള്ളത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആർ എസ് എസിൻ്റെ വർഗീയ തത്വസംഹിതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. അംബേദ്കർ ദ്വിരാഷ്ട്രവാദത്തെ, ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രത്തെ അദ്ദേഹം എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഹിന്ദു രാജ്യം വരികയെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒന്നാണ്, ഒരു ദുരന്തമായിരിക്കും അതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല. നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യൻ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ദേശീയതയെക്കുറിച്ചുള്ള അംബേദ്കറിൻ്റെ കാഴ്ചപ്പാട് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിന്, ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാടിന് തികച്ചും വിഭിന്നമായിരുന്നു. ആർ എസ് എസ് ഏകശിലാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുമ്പോൾ
അംബേദ്കർ അത് ബഹുസ്വരതയായിട്ടാണ് കണ്ടത്. ഇന്ത്യൻ ദേശീയത എന്നുള്ളത് ബഹുദേശീയതയുടെ സംഗമമായിട്ടാണ് അംബേദ്കർ നോക്കി കണ്ടത്. ആ അംബേദ്കറിനെയാണ് നിങ്ങൾ എന്തായി മാറ്റി തീർക്കാൻ നോക്കുന്നത്? അദ്ദേഹം ഇതര മതവിരുദ്ധനായി RSSനോടൊപ്പം നിന്ന ആളായിട്ട് നിങ്ങൾ അവതരിപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് RSS എത്രമേൽ അപമാനിക്കാൻ ശ്രമിച്ചാലും അപമാനിതനാവുന്ന ഒരാളല്ല ആര്? അംബേദ്കർ. അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ള സാമൂഹ്യ നീതി എന്ന കാഴ്ചപ്പാടിനെ ഉയർത്തിക്കെട്ടുന്നവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷവാദികൾ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അത് സാമൂഹ്യ നീതി എന്ന അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടാണ്. അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ നാട്ടിലെ അധസ്ഥിതരായിട്ടുള്ള ജനവിഭാഗത്തിൻ്റെ നീതിബോധമാണ്. അവർക്ക് നീതി കിട്ടേണ്ടതിനെക്കുറിച്ചാണ്. ഈ സർക്കാരാണ് അധസ്ഥിതരായ ജനവിഭാഗങ്ങളെ ഏറ്റവും വേട്ടയാടുന്നത്. അത് പിഞ്ചുകുട്ടികൾ മുതൽ ഉയർന്ന പ്രായഘടനയിലുള്ള ആളുകൾ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിൻ്റെ സ്കോളർഷിപ്പുകൾ എടുത്തു കളഞ്ഞു. ഇപ്പോൾ അംബേദ്കറിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പുണ്ട്. ഈ രാജ്യത്തിലെ പിന്നോക്കം കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. അംബേദ്കറിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് എത്രയാണ് നിങ്ങൾ വെട്ടിക്കുറച്ചത് എന്നുള്ളത് നോക്കുക. എൻ്റെ ഈ സംഭാഷണം കേൾക്കുന്ന ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് അവർക്കറിയാം അതിൻ്റെ കണക്ക്. മൗലാന ആസാദിൻ്റെ പേരിലുള്ള ഫെലോഷിപ്പ് വെട്ടിക്കുറച്ചത് ആരാണ്? ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അമിത്ഷായും മോദിയും നേതൃത്വം നൽകുന്ന RSS രാഷ്ട്രീയത്തിൻ്റെ സർക്കാർ ആദിവാസി ദളിത് ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. അവർക്ക് വിദ്യാലയങ്ങളിൽ നൽകേണ്ടി വരുന്ന ഫീസ് വർദ്ധിക്കുന്ന നിലയുണ്ടായി. ഈ വിദ്യാർത്ഥി വിരുദ്ധത, സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള നിങ്ങളുടെ അക്രമം ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് പാർലമെൻറ്റിൽ ഉണ്ടായത്. പാർലമെൻറ്റിൽ ബില്ലുകൾ ചർച്ചയില്ലാതെ പാസ്സാക്കുമ്പോൾ അതിനെതിരായി ശബ്ദിക്കുന്ന പാർലമെൻറ്റേറിയന്മാരെ പല നിലയിൽ വേട്ടയാടുന്നു. ആ വേട്ടയാടലുകൾ സസ്പെൻഷനിലായി കണ്ടു, കള്ളക്കേസെടുക്കലായിട്ട് കണ്ടു. ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ ഏകാധിപതികളും തലകുത്തി വീണിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും എങ്ങനെയാണ് അവസാനം അനുഭവിച്ചത് എന്നുള്ളത് RSSും RSSൻ്റെ നേതൃത്വവും ഓർമ്മിക്കുന്നത് നന്ന് എന്നുള്ളത് മാത്രമേ. ശരി, എന്താണോ BR അംബേദ്കർ എതിർത്ത് കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമാണ് അംബേദ്കർ എന്ന് ഇപ്പോൾ പറയുമ്പോഴാണ് അത് വല്ലാതെ കൗതുകം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉണ്ടാക്കുന്നത്.